kickboxing gold medalist Rahul Lal Patma. മൂക്ക് പൊട്ടാറുണ്ട് ഇടയ്ക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ചുണ്ടും സിമ്പിൾ ആയിട്ടാ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് എന്റെ മൂക്ക് പൊട്ടാറുണ്ടെന്നൊക്കെ. എൻ്റെ കോച്ചിനടുത്ത് പറഞ്ഞു ഇവരുടെ ശബ്ദം നീ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. അത് നീ എന്ത് ചെയ്യുന്നോ ഇല്ലയോ ഇവര് ഇനി മിണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി കയറി വന്ന ടൈമിൽ തന്നെ ഞാനൊരു ഫ്രണ്ട് കിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ടോട്ടൽ സ്റ്റേഡിയം സൈലന്റ് ആയി. ഒരു പ്രൊഫഷണൽ ഫൈറ്ററിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ്, ഒരു ഫൈറ്റിന് ഇറങ്ങിയ നീയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിറങ്ങുക. എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നെ, നീയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിറങ്ങുക. ആ ഫൈറ്റ് നീ ജയിച്ചിട്ട് ഇറങ്ങുമ്പോൾ നീ ഒന്നുമല്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളത്. ഒരു നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ബോക്സർ വേസ്റ്റുകാരനെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്ത്യയിൽ ഒരു അത്ലറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സണിന് കൊടുക്കുന്ന വില. ഇവിടെ കുംഭമേളയ്ക്ക് എങ്ങാണ്ട് 2200 കോടി എങ്ങാണ്ട് കൊടുത്തു എന്ന് ഞാനൊരു ന്യൂസ് കണ്ടിങ് കണ്ടു. അതിലൊരു 100 കോടി സ്പോർട്സിന് വേണ്ടി മാറ്റി വെച്ചാൽ ഇന്ത്യയിൽ അത്യാവശ്യം ഒളിമ്പിക്സിൽ മെഡൽസ് കൂടും. അല്ലെങ്കിൽ ഫുട്ബോൾ മാത്രമല്ല സ്പോർട്ട്, ഇന്ത്യയിൽ വേറെ സ്പോർട്സ് ഉണ്ട്, അവിടെ അത്ലറ്റ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും എമൗണ്ട് മാറ്റി വെച്ചാൽ ഇന്ത്യയിൽ അത്യാവശ്യം മെഡൽസ് ഒക്കെ വരും. രാഹുൽ കാണാൻ ഭയങ്കര ഹാൻസം ആണ്, അടിപൊളിയാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്, പെൺകുട്ടികളൊക്കെ പ്രപ്പോസ് ചെയ്യാറുണ്ട്? അങ്ങനൊന്നും വരാറില്ല. ഓക്കെ, കമ്മിറ്റഡ് ആണോ? അതെ, എല്ലാവരുടെയും പ്രതീക്ഷ പോയി കമ്മിറ്റഡ് ആണ്. ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്? എനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോഴും ഷോർട്ട് ഫിലിമും വെബ് സീരീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ സൂര്യ ഫാനാണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ വെച്ചൊക്കെ ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ആകെ 4 മാച്ചസ് തോറ്റിട്ടുള്ളൂ. 4 മാച്ചസ് തോറ്റതും നാഷണൽസാണ്. നാഷണൽ തോറ്റ 4 മാച്ച് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഞാൻ തോറ്റത്. കാരണം റഫറീസ് തിരിച്ച് മെഡലൊക്കെ അടിച്ച് വന്ന് നാട്ടിലെത്തിയപ്പോഴത്തേക്ക് നാട്ടിൽ എനിക്കൊരു സ്വീകരണം തന്നു. എനിക്ക് വേണ്ടി മാത്രം ഒരു ഫംഗ്ഷൻ. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്ക് ഇത് മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ടെന്ന്. അച്ഛൻ്റെ വായിന്നൊക്കെ അതൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല.